ഹലോ ഗായ്സ്, ഞാനിന്ന് ഇവിടെ ഒരു തമിഴ്നാട് ട്രഡീഷണൽ ലുക്കാണ് ഇവരൊക്കെ കണ്ടിട്ട് ഇൻസ്പയറായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മീഷോ ഒന്ന് തപ്പി നോക്കുമ്പോൾ കുറേ ഇതിനുള്ള റിലേറ്റഡുള്ള പ്രോഡക്റ്റ് കിട്ടി. അതും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട്. കാശുമാലയ്ക്കൊക്കെ 110 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. നെറ്റിച്ചൂട്ടൊക്കെ നല്ല കുറേ മോഡൽ ഉണ്ടായിരുന്നു. ഞാൻ ചെറിയത് നോക്കി വാങ്ങിച്ചു. ഇയർ ചെയിനൊക്കെ ശരിക്കും ട്രഡീഷണലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ദേവീനൊക്കെ വെച്ചിട്ടൊക്കെ പല മോഡലുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ കുറച്ചൊക്കെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അട്ടികമാല ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു. ഒരു 1000 ഓഫ് വെറൈറ്റീസ് ഉണ്ട്. അതിൽ ഞാനിതാണ് പിക്ക് ചെയ്തത്. സൂപ്പർ ക്വാളിറ്റി ഓസം പ്രോഡക്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ അമ്മയുടെ പഴയ സാരിയൊക്കെ ഞാൻ എടുത്ത് നോക്കി. അപ്പോൾ ഇതൊരു 3 സൂപ്പർ ട്രഡീഷണൽ ലുക്ക് നോക്കിയായിരുന്നു. എനിക്കിതൊന്നും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് കളർ വൈസ് ഫോട്ടോക്കൊക്കെ ലുക്ക് കിട്ടിയത് വെച്ചിട്ട് ഞാനിത് ഓക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഇനി ഫേസ് റെഡിയാക്കണം. സാരി കൊടുത്തപ്പോൾ ഒക്കെ ഇപ്പോൾ ഫേസ് ഒന്നും കൂടി ഡല്ലായി പോലെ തോന്നി. ദെൻ ഫേസ് മേക്കപ്പ് ഇടാൻ എനിക്ക് അറിയുന്ന പോലെ ഞാൻ ഇടുന്നുണ്ട്. എൻ്റെ കയ്യിൽ അത്യാവശ്യമുള്ള പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ക്ലിയർ ആയിട്ട് അങ്ങനെ വലിയ മേക്കപ്പ് കറക്റ്റ് കൺസീലർ അങ്ങനത്തെ ഒന്നും അറിയാറില്ല. അതുകൊണ്ട് എന്റെ കാരണന്മാർ കാണാൻ കൊള്ളാവുന്നതുകൊണ്ട് അവരുടെ ഒരു കോലവും രൂപവും എനിക്ക് കിട്ടണു. അതുകൊണ്ടാണ് അത് ബ്രൂട്ടീഷൻ ചെയ്തിട്ടല്ല. ആ സൗന്ദര്യം ദൈവം തന്നെയാണ് ഭംഗി. കാരണന്മാര് ജനിപ്പിച്ചപ്പോ കാരണന്മാരൊരു ഭംഗിയാണ് എനിക്ക് തന്നേക്കുന്നത്. അത് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും അത്രയും കോലമില്ലാത്ത പെണ്ണുങ്ങളൊന്നും അല്ല, എല്ലാവരും കാണാൻ കൊള്ളാവുന്നതാണ്. പക്ഷെ ബ്രൂട്ടീഷിൽ പോയെങ്കിലും ഇതുകൊണ്ട് എന്റെ. അപ്പോൾ ഗായ്സ്, ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. ഹെയർ എക്സ്റ്റൻഷനൊക്കെ വെച്ച് ഫേസ് മേക്കപ്പ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അട്ടികമാല ഇട്ടപ്പോൾ അത് തിരിച്ചാണ് ഇട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ തിരിച്ച് കിടക്കുന്നുണ്ടായിരുന്നത്. ഞാൻ തോന്നി കയ്യിൽ കാണുമ്പോൾ നല്ല ബ്രൈറ്റ് ആണല്ലോ. ഇട്ടപ്പോൾ എന്തൊരു തിരിച്ച് കാണുമ്പോൾ ക്യാമറയിൽ എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുങ്ങുന്ന തിരക്ക് കൊണ്ട് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഞാൻ ട്രഡീഷണലായിട്ട് വന്ന ഒരു ജുമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റെപ്പായിട്ട് വരുമ്പോൾ അതിപ്പോൾ കറക്റ്റ് അട്ടികയ്ക്ക് മാച്ച് തന്നെയായിരുന്നു. ബട്ട് ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ബിഗ് ജുമുക്ക ഉണ്ടായിരുന്നു. ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഏതാ ഇടേണ്ടതെന്നുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അതും ബെസ്റ്റായിട്ട് തോന്നി, ഇതും ബെസ്റ്റായിട്ട് തോന്നി. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഞാൻ ഇതന്നെ ഇട്ടു. അതാണ് ഒരു കൺഫ്യൂഷൻ കാണുന്നത്. അതെ 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 അല്ലെങ്കിലോ ആണെങ്കിലോ അല്ലാന്ന് അതേന്ന് എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു. ഞാൻ ഇതൊക്കെ കുറെ പഠിച്ചിട്ട് തന്നെ. അങ്ങേപ്പുറത്ത് പോയി പഠിച്ചിട്ടാ ഞാൻ പറയുന്നത്. ഇത് നാഗവല്ലിയുടെ ചലങ്കയല്ല. ചുമ്മാ കിടന്ന് തർക്കിക്കാതെ. ആരാ തർക്കിച്ച്? ഞാനാണോ? പിന്നെ ഞാനാണോ? ഞാൻ 1000 തവണ വ്യക്തമായി തെളിയിക്കാം. ഇത് നാഗവല്ലിയുടെ ചലങ്കയല്ല. ഗംഗയ്ക്ക് ഒരു കുന്തം അറിയില്ല. എനിക്കോ 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 അങ്ങനെ ഫൈനലായിട്ട് കനകാമ്പരപ്പൂവും വെച്ചു. അത് കുറച്ച് കിട്ടിയുള്ളൂ. ഞാനത് കൊണ്ടുവന്ന് കുറേ ദിവസമായിട്ട് ഫ്രിഡ്ജിൽ വെച്ച കാരണം ചെറിയൊരു വാട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, അറിയണമെന്നില്ല. സെറ്റാക്കി വെച്ചു. ദെൻ ഗ്ലാസ് ബാംഗിൾസ് കുപ്പിയോളം കൂടി ഇട്ടപ്പോൾ ലുക്ക് ഫൈനൽ സെറ്റായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ലുക്ക് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.